അല്ലെങ്കിൽ എൻ്റെ കാലുകളെ അവൻ മാൻപേയുടെ കാലിന് തുല്യമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാൻപേയുടെ കാല് എന്ന് പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് ഹല്ലേലൂയ ഇങ്ങനെ സ്റ്റഡി ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഈ മാൻപേയുടെ കാലിന് പ്രത്യേകത, അത് ഏത് കല്ലും ഇടുക്ക് നിറഞ്ഞ സ്ഥലങ്ങളിലും കയറി ഓടിക്കയറുവാൻ ശക്തിയുള്ള ബാലൻസോടെ ഓടിക്കയറാൻ കഴിവുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിലെ കാല് എവിടെ വെച്ചോ അതായിരിക്കും അതിൻ്റെ പുറകിലെ കാല്, അല്ലെ കറക്റ്റ് ആ പ്ലേസിലായിരിക്കും അടുത്ത കാല് വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരു കാല് പതറിപ്പോകാതെ അല്ലെ സുരക്ഷിതമായി കാലുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന മാൻപേയുടെ കാലുകൾ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു വാക്യം, ഹല്ലേലൂയ, ശത്രുവായി നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ മാൻപേയുടെ കാലുകൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മുന്നേറ്റത്തിന് ഈ കാലുകൾ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, അവൻ എൻ്റെ ഗിരികളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുമ്പൊക്കെ അത് ഉന്നതമായ ഗിരികൾ എന്നൊക്കെയാണ്, പക്ഷേ എൻ്റെ ഗിരി എന്ന് പറയുമ്പോൾ എനിക്കതിനകത്തൊരു സ്പാർക്ക് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു മൗണ്ടെയിൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത, ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ അസൈൻ ചെയ്ത ഒരു മൗണ്ടെയിൻ ഉണ്ട്, ഒരു ഉന്നതമായ പൊസിഷൻ ഉണ്ട്, ഒരു ഉന്നതമായ അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. അതിലേക്ക് എത്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കാലുകളെ ഹല്ലേലൂയ അവൻ നമ്മെ ശക്തീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ നമ്മെ നിർബന്ധിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പക്ഷേ നമുക്ക് വിഘ്നങ്ങൾ, നമ്മുടെ തടസ്സങ്ങൾ ഹല്ലേലൂയ എന്തൊക്കെയാണ്? അവൻ എന്നെ എൻ്റെ ഗിരികളിൽ നിൽക്കുമാറാക്കി. ദ ടോപ്പ് പൊസിഷൻ ദാറ്റ് ഗോഡ് ഹാസ് അസൈൻഡ് ഫോർ മീ ആൻഡ് യു. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ ഒരു ലെവലിലേക്ക് എത്തുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് വിചിന്തനം ചെയ്യുന്നത് എത്ര അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലുകളെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ മെഫിബോശത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 9 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ ആ വാക്യം? ആമേൻ. ഹല്ലേലൂയ. മെഫിബോശത്തിന്റെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് മെഫിബോശത്ത് 2 കാലം എന്ത് ചെയ്തു? മുടന്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ശക്തനായ ഒരു ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്ത് ചെയ്തു? ഡെവിൾ ട്രൈങ് ടു ഹല്ലേലൂയ അവൻ്റെ കാലുകളെ മുടന്തനാക്കി. പ്രൈസ് ദി ലോർഡ്. അവനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഹല്ലേലൂയ അവനെ മുടന്താക്കി. ഹല്ലേലൂയ. യോനാഥാൻ നമുക്കറിയാം, ഹല്ലേലൂയ, അവനൊരു നീതിമാനാണോ അല്ലയോ ഒന്നും ബൈബിൾ എഴുതപ്പെട്ടില്ല. പക്ഷേ തൻ്റെ സ്നേഹം, ഹല്ലേലൂയ, മരിച്ചാലും വിടാത്ത സ്നേഹം, ഹല്ലേലൂയ, സൗഹൃദത്തിന് വില കൊടുത്ത യോനാഥാൻ്റെ മകൻ ആണ് മെഫിബോശത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുന്നു, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? അവിടെ ഹല്ലേലൂയ സീബ എന്ന് പറയുന്ന ഭൃത്യൻ പറയുന്നത് 4 വാക്യം. ലോഥബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ ഭവനത്തിൽ താനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ. പ്രൈസ് ദി ലോർഡ്. 2 കാലം മുടന്തനായ ഒരു മനുഷ്യൻ തന്നെ താൻ പറയുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ 8 വാക്യം വായിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, തെരുവിൽ കിടക്കുന്ന മൃതപ്രായനായി കിടക്കുന്ന ഒരു ഡോഗിനെ പോലെ ആയിരുന്ന എന്നെ അങ്ങ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കാൻ അങ്ങ് എന്നോട് അങ്ങ് കൃപ കാണിക്കുന്നത് എന്തിന് എന്ന് വെച്ചാൽ ജീവിതത്തിൽ മരണത്തോളം ഹല്ലേലൂയ മരിച്ചാൽ മതി, മുന്നോട്ട് ഇനി ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് വയ്ക്കാനില്ല, മരണം മാത്രം ആശിച്ചു നിന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യോനാഥാന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അവിടെ ദാവീദ് കടന്നു വരികയാണ്. ദാവീദ് ചോദിച്ചപ്പോൾ സീബ പറഞ്ഞത് 2 കാലം മുടന്തുള്ള ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കി. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എത്ര നല്ല ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ഫോക്കസ് ചെയ്യപ്പെടുന്നത്.
ഹല്ലേലൂയ. ഏത് ആ വ്യക്തിയെ ചോദിച്ചാൽ ആ മുടന്തുള്ള പുള്ളിയുടെ വീടിൻ്റെ അടുത്താണോ അല്ലേ, അങ്ങനെ നമ്മൾ ചോദിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും ഹല്ലേലൂയ ആ സീബ പറയുന്നത് എന്താ, 2 കാലം മുടന്തുള്ള ഒരുവൻ, എന്തിനാണ് അവനെ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പക്ഷേ ദാവീദ് പറഞ്ഞു, മുടന്തുള്ളവനാണോ, അങ്ങനെ ഈ കൊട്ടാരത്തിലേക്ക് കയറ്റാൻ പറ്റിയ പുള്ളിയാണോ പുള്ളി, ഹല്ലേലൂയ എന്ന് ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഹല്ലേലൂയ യോനാഥാൻ്റെ നിമിത്തമാണ് ഹല്ലേലൂയ മെഫിബോശത്തിനെ അനുഗ്രഹിക്കാനായിട്ട് ദാവീദ് തീരുമാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദാവീദ് ഹല്ലേലൂയ ഒരു ഭൃത്യനെ മാഖീരിൻ്റെ ഭവനത്തിലേക്ക്, ആ മാഖീരിൻ്റെ ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും ചേർത്ത് പിടിക്കാനില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ ചേർത്ത് പിടിച്ച്, ആ ഭവനത്തിൽ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ ആഹാരം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് ചേർത്ത് നിർത്തിയ ആ മാഖീരിൻ്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് ഒരു ഭൃത്യനെ അയക്കുകയാണ് ദാവീദ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഏറ്റവും നല്ലൊരു പിക്ചർ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ മെഫിബോശത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ പോലെ നാമും പാപത്തിന്റെ ചേറ്റിൽ കിടന്ന്, ഹല്ലേലൂയ പാപത്തിന്റെ ഹല്ലേലൂയ അഴുക്ക് ചാലിൽ കിടന്ന് കയ്യും കാലിട്ടും അടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും രക്ഷിക്കാൻ കഴിയാതെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീണ ഒരു കാലഘട്ടത്തിൽ നമ്മെ തേടി ഹല്ലേലൂയ പിതാവ് തൻ്റെ പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ ഇവിടെ ദാവീദ് ഹല്ലേലൂയ തൻ്റെ ഭൃത്യനെ മാഖീരിൻ്റെ ഭവനത്തിലേക്ക് അയക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നാം കാണുന്നത് മാഖീർ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ശൗലിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ശൗലിൻ്റെ എല്ലാ വസ്തുവകകളും എല്ലാം തനിക്ക് എഴുതി കൊടുക്കുന്നു. മാത്രമല്ല ആ രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ കഴിയാനുള്ളതായ ഹല്ലേലൂയ തൻ്റെ തീന്മേശയിൽ ഊണ് കഴിക്കാനുള്ളതായ അവസരങ്ങൾ ഹല്ലേലൂയ മെഫിബോശത്തിനെ തേടി വരികയാണ്. ജീവിതത്തിൽ ഒരിക്കലും മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന മെഫിബോശത്തിൻ്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ കൃപ വന്നപ്പോൾ, ഗ്രേസ്, ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഗ്രേസ് ആണ്, ആ ഒരൊറ്റ കൃപയാണ് എന്നെയും ഇവിടെ നിർത്തിയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എത്ര പേർക്ക് അതിന് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മളിതിന് യോഗ്യരല്ലായിരുന്നു. ഹല്ലേലൂയ. We are not, hallelujah, qualified for this. Disability, hallelujah. മെഫിബോശത്ത് ഒരു ഡിസേബിൾ ആയിരുന്നു, 2 കാലം മുടന്തുള്ളവനായി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പോലും നോക്കാതിരുന്നിടത്ത് കൊട്ടാരത്തിലേക്ക് ഒരു ക്ഷണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ വിരുന്നിൻ്റെ ഹല്ലേലൂയ ആ തീന്മേശ ഒന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ ആ തീന്മേശയിൽ ദാവീദിൻ്റെ മക്കളായ അബ്നേനുണ്ട്, യോവാബുണ്ട്, അബ്ശാലോമുണ്ട്, താമാർ ഹല്ലേലൂയ മകളായ താമാറുണ്ട്, ശലോമോനുണ്ട്. അവരെല്ലാം പന്തിയിലിരിക്കുമ്പോൾ ഒരുവൻ വേച്ച് ഹല്ലേലൂയ ആ തീന്മേശയിലേക്ക് അടുത്ത്, പ്രൈസ് ദി ലോർഡ്, ആ കടലിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ ഒഴുകുന്നുണ്ടാവും. കാരണം ഞാനിതിന് ഹല്ലേലൂയ മാഖീരിൻ്റെ ഭവനത്തിൽ ഇനി എനിക്ക് ഒരു പ്രതീക്ഷയില്ലപ്പാ, മരിച്ചാൽ മതി എന്ന് മാത്രം നിരീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ മാത്രം ചിന്തിച്ചിരുന്ന ഹല്ലേലൂയ ഈ മെഫിബോശത്തിൻ്റെ ജീവിതത്തിലേക്ക്, രാജകൊട്ടാരത്തിലെ രാജഭോജനത്തിലേക്ക് ഒരു സ്വാഗതം ലഭിക്കുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ ഒഴുകുന്നുണ്ടാകും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ലഭിച്ച ഈ മഹാഭാഗ്യത്തെ മറന്നു കളയരുത്. കൃപയൊന്നു മാത്രമാ. It is a grace, hallelujah, nothing else. നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് നമ്മെ ഹല്ലേലൂയ നടത്തിയത്. മാൻപേട കാലിന് തുല്യമാക്കി നമ്മെ ഓടിക്കാൻ കഴിവുള്ളവൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ആരൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ബലം ധരിച്ച് നാം മുന്നോട്ട് പോയാൽ ഒരിക്കലും നാം ഹല്ലേലൂയ പതറിപ്പോകുകയില്ല. അവിടെ ഹല്ലേലൂയ അവിടെ മെഫിബോശത്ത് ഒരു യജമാനനായി മാറുകയാണ്. സീബയുടെയും മക്കളുടെ എല്ലാം ഹല്ലേലൂയ ഒരു യജമാനനായി താൻ മാറുന്നത് ഹല്ലേലൂയ അവിടുത്തെ വാക്യത്തിൽ, അവസാന വാക്യത്തിൽ കാണാൻ കഴിയും.
ദൈവമക്കളെ, ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ കാലുകളെ തളരാതെ സൂക്ഷിക്കണം. നമ്മുടെ കാലുകളെ മാൻപേട കാലുകളെ പോലെ ഹല്ലേലൂയ ഏത് ദുർഘടങ്ങളിലൂടെയും ചാടിക്കയറി ഹല്ലേലൂയ ഉന്നതമായ എൻ്റെ ഗിരികളിൽ എന്നെ നിർത്താൻ കഴിവുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ഉന്നതമായ പൊസിഷനിൽ എന്നെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഹല്ലേലൂയ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ ദിസ് ഗ്രേസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളതിനെ ക്വാളിഫൈഡ് അല്ലായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഡിസബിലിറ്റിയെ കർത്താവേ യോനാഥാനിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ യോനാഥാന്റെ മകനെ നോക്കിയപ്പോൾ ഒരു കുറവും ദാവീദിന് കണ്ടില്ല. ഞങ്ങളെയും ഹല്ലേലൂയ പാപത്തിന്റെ ചേറ്റിൽ കിടന്ന ഞങ്ങളെ കർത്താവേ ക്രിസ്തുവിലൂടെ നോക്കിയപ്പോൾ ഞങ്ങളെ നീതിമാന്മാരായി കണ്ടതിനായി സ്തോത്രം. കർത്താവേ, ആ ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ വീണ്ടെടുത്തതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ഈ രക്ഷയുടെ പദ്ധതിയിൽ ഞങ്ങളെ കർത്താവേ ഉപേക്ഷിക്കല്ലേപ്പാ. ഹല്ലേലൂയ. ഒരു മാൻപേയുടെ കാല് പോലെ കർത്താവേ ഉന്നതമായ ഗിരികളിലേക്ക് പറന്നു നടക്കുവാൻ ഞങ്ങളെ നടത്തണമേ അപ്പാ. അങ്ങയുടെ അഭിഷേകത്തിന്റെ കരം കുറുകാതെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യവും ഉള്ളതായി എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.